Hello all. So welcome to market updates of the day. Today April 14, 2026 Tuesday ആണ്. സോ നമുക്കറിയാം കഴിഞ്ഞ വീക്കെൻഡിൽ നമുക്ക് യുഎസും ഇറാനും തമ്മിലുള്ള ഒരു പീസ് ടോക്ക് നടക്കുന്നു. പക്ഷെ അത് പ്രത്യേകിച്ച് നല്ല ഒരു എന്താ പറയാ നല്ല രീതിയിലല്ല അത് പിരിഞ്ഞു പോയതെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. സോ അതിനെ തുടർന്ന് US നേവി ആക്ച്വലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ വാർഷിപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഓയിൽ ടാങ്കേഴ്സ് ഇറാൻ പോർട്സിലോട്ട് എൻ്റർ ആവുന്നതും എക്സിറ്റ് ആവുന്നതുമായിട്ടുള്ള എന്താ പറയാ ഓയിൽ ടാങ്കേഴ്സ് തടഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ അതിന്റെ ഗോൾ എന്താ വെച്ചാൽ ഇറാൻ ഗവൺമെന്റിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഓയിൽ ആണെന്ന് നമുക്കറിയാം അല്ലെ. സോ അതിലൂടെ അവരുടെ മിലിറ്ററിയെ ഫണ്ട് ചെയ്യാനായിട്ടുള്ള എന്താ പറയാ പൈസ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ അവരെ സ്റ്റാർവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് യുഎസിന്റെ ഇപ്പൊ ഉള്ള പുതിയൊരു നീക്കം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഈ ഒരു നീക്കത്തിലൂടെ മാർക്കറ്റിനെ വളരെ രീതിയിലുള്ള ഒരു പാനിക് ആക്കുകയും ഗോൾഡിന്റെ പ്രൈസ് ഒക്കെ ഇന്നലെ 4730 നിന്ന് 4780 വരെയൊക്കെ ഇന്ന് രാവിലെ പോയതൊക്കെ നമുക്ക് കാണാം. എങ്കിലും നമുക്കുള്ളൊരു ആശ്വാസം എന്താ വെച്ചാൽ രണ്ട് പ്രസിഡന്റുകളും ഇറാന്റെയും യുഎസിന്റെയും പ്രസിഡന്റുകൾ ഒരു പീസ് ടോക്കിന് തയ്യാറാകാൻ വില്ലിംഗ് ആണ് എന്നുള്ളൊരു കാര്യം അവർ പ്രഖ്യാപിച്ചു എന്നുള്ളൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഇതേ തുടർന്ന് ഉറപ്പായി സോ ഈ ഒരു സിറ്റുവേഷനകത്ത് ആക്ച്വലി ഇപ്പോൾ ഇവർ രണ്ടുപേരും വില്ലിംഗ് ആയ സ്ഥിതിക്ക് ആക്ച്വലി നമുക്കൊരു വെയിറ്റ് ആൻഡ് സീ ഡിസിഷൻ ആണ് മാർക്കറ്റിൽ നമ്മൾ ടോട്ടലി എടുക്കേണ്ടത്. സോ മാർക്കറ്റിനെ നമ്മൾ മാർക്കറ്റായിട്ട് കാണുക, ഒരു ലോങ്ങർ ടേമിലോട്ടൊന്നും ഗോൾഡോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും മേടിച്ചിടാനായിട്ടുള്ള ഒരു സമയമായിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതെല്ലാം ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ എന്താ പറയാ ഈ ഒരു വാറും അതിനെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളുമാണ്. സോ ഇതിനെ തുടർന്ന് എന്ത് സംഭവിക്കുന്നു? സോ ഈ ഒരു റീസൺ കൊണ്ടിട്ട് തന്നെ ഓയിലിന്റെ പ്രൈസ് കൂടുന്നു, ഇൻഫ്ലേഷൻ കൂടുന്നു, അങ്ങനെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. സോ ഇത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. എനി ന്യൂസ് ഫ്രം ഇറാൻ US വാറിനെ പറ്റി ഇന്നത്തെ ദിവസം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. സോ ഇന്നത്തെ നമുക്ക് റേഞ്ചിലോട്ട് പോവാം. ഓക്കെ, സോ ഇന്നത്തെ റേഞ്ച് US മാർക്കറ്റിന് മുന്നേ ആയിട്ടുള്ള റേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. XAUSD ഗോൾഡ് 4680 അല്ലെങ്കിൽ 4700 to 4800 വരെയാണ് ഇന്ന് നമ്മൾ റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആ റേഞ്ചിനകത്താണെങ്കിൽ ട്രേഡ് ചെയ്യുക, ഇല്ലാത്ത പക്ഷം മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. GBP/USD നോക്കാം, 1.3460 to 1.3575 വരെയാണ് ഇന്നത്തെ GBP/USD റേഞ്ച്. EUR/USD നോക്കുകയാണെങ്കിൽ 1.1700 to 1.1800 വരെയാണ് ഇന്നത്തെ EUR/USD റേഞ്ച് എന്ന് പറയുന്നത്. നേരെ USD/JPY നമ്മൾ നോക്കുകയാണെങ്കിൽ 158.70 to 159.85 വരെയാണ് ഇന്നത്തെ GBP/USD റേഞ്ച്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അൺസർട്ടനിറ്റി ആണ്. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ എന്താ പറയുക ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക. ഇതെല്ലാം അപ് ട്രെൻഡ് ആണ്. ഇന്നത്തെ ദിവസം ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക, ലോട്ട് സൈസുകൾ കുറയ്ക്കുക, സ്റ്റോപ്പ് ലോസുകൾ ഇടുക. അവർ എയിം ഇസ് ടു ബിൽഡ് അവർ ക്യാപിറ്റൽ ആൻഡ് പ്രൊട്ടക്ട് അവർ വെൽത്ത്. താങ്ക് യു സോ മച്ച്.